പെർമിറ്റ് അപേക്ഷ കൊടുത്തു. ഇനി എന്താണ്? ഹായ്, ഞാൻ റുക്സാന, ഫൗണ്ടർ ഓഫ് സോ ആർക്കിടെക്ചർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കേണ്ട രേഖകളെ കുറിച്ച് സംസാരിച്ചു. ഇനി അപേക്ഷ കൊടുത്താൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പ്ലാനും മറ്റു രേഖകളും പരിശോധിക്കും. അതിനുശേഷം ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ നിർമ്മാണ സ്ഥലത്ത് നേരിട്ട് സന്ദർശിക്കും. ഇത് എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ്. ഇവിടെ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്ലാൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ നിയമങ്ങൾക്ക് അനുസരിച്ചാണോ? റോഡിൽ നിന്ന് എത്ര അകലമുണ്ട്? അതിരുകളുടെ അളവുകൾ, സെറ്റ് ബാക്ക്, കിണറിൽ നിന്ന് സെപ്റ്റി ടാങ്കിലേക്കുള്ള അകലം, സെപ്റ്റി ടാങ്കിന്റെ പൊസിഷൻ, അങ്ങനെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ചട്ടങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്യും. എല്ലാം ശരിയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെടും. തുടർന്ന് ഫീസ് അടച്ചാൽ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കും. ഇത് സാധാരണയായി 30 ദിവസത്തിനുള്ളിൽ ലഭിക്കേണ്ടതാണ്. പിന്നെ സെൽഫ് പെർമിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. പെർമിറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിർമ്മാണം തുടങ്ങാമോ? അടുത്ത വീഡിയോയിൽ ബിൽഡിംഗ് പെർമിറ്റിന്റെ കാലാവധിയെക്കുറിച്ചും മറ്റ് പ്രധാന നിയമങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം.